നമസ്കാരം, തട്ടിക്കൂട്ട് കുക്കറിയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ കൂഴച്ചക്ക ഉപയോഗിച്ച് വളരെ രുചികരമായി മുല്ലയപ്പം എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് പരിചയപ്പെടുത്തുന്നത്. അതിനായി എന്തെല്ലാം സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ഞാനിവിടെ മുല്ലയില കുമ്പിൾ കുത്തിയെടുത്തിട്ടുണ്ട്. മുല്ലയിലയ്ക്ക് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട്. ഇതിൽ പലഹാരം ഉണ്ടാക്കി കഴിക്കുന്നത് ശരീരത്തിൻ്റെ നീർവീഴ്ചയ്ക്കൊക്കെ നല്ലതാണ്. മുല്ലയില എടുത്ത് അതിൻ്റെ തുമ്പ് അകത്തേക്ക് മടക്കി ഈർക്കിലി കൊണ്ട് കുമ്പിൾ കുത്തിയെടുക്കാം. ഇങ്ങനെ മാവ് നിറയ്ക്കാൻ ആവശ്യത്തിന് കുമ്പിൾ കൊണ്ടാക്കി വയ്ക്കാം. കണ്ടോ, ഇങ്ങനെയാണിതുണ്ടാക്കുന്നത്. ഇതിങ്ങനെ വളരെ ചെറുതായതുകൊണ്ട് കൊച്ചു കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. മാവ് തയ്യാറാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 5 ഏലക്ക പൊടിച്ചത്, 1 കപ്പ് ശർക്കര ചീകിയത്, 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിയിലാണ് ഇതുണ്ടാക്കുന്നത്. നന്നായി പഴുത്ത കൂഴച്ചക്കയുടെ 10 ചക്കച്ചുള നന്നായി ഉടച്ചു വെച്ചിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ചക്കയുടെ അതേ അളവിലാണ് തേങ്ങയും ശർക്കരയും ഗോതമ്പ് പൊടിയും എടുത്തിരിക്കുന്നത്. ചക്കയിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ശർക്കര ചീകിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൂഴച്ചക്കയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. ചക്കയിൽ തന്നെ ആവശ്യത്തിന് വെള്ളമുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിടുന്ന പുതിയ റെസിപ്പീസൊക്കെ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ബട്ടനോടൊപ്പമുള്ള ബെൽ ഐക്കണിലൊന്ന് ടാപ്പ് ചെയ്യണം. മാവ് റെഡി ആയിട്ടുണ്ട്. കയ്യിൽ മാവ് പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ അല്പം വെള്ളത്തിൽ കൈ മുക്കി കൊടുക്കാം. കുമ്പിൾ കുത്തി വെച്ചിരിക്കുന്ന ഓരോ മുല്ലയില എടുത്ത് അതിനകത്ത് മാവ് നിറച്ചു കൊടുക്കുക. ശർക്കര ചീകി എടുക്കുമ്പോൾ വളരെ നേർമയാക്കാതെ അതിനകത്ത് ചെറിയ ചെറിയ ഓരോ പീസസും കൂടി ഇട്ടിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ആവിക്ക് വെക്കുന്ന സമയത്ത് ആ ശർക്കര ഉരുകി അതിൽ പറ്റിപ്പിടിച്ചിരിക്കും. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ 4 മണിക്ക് ചായയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ ഇത് ഉത്തമമാണ്. സ്കൂൾ വിട്ട് കുട്ടികൾ വരുമ്പോൾ അവർക്ക് 4 മണിക്ക് കൊടുക്കാനും നല്ലൊരു പലഹാരമാണിത്. ഇപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് ചക്ക കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എല്ലായിടത്തും ചക്ക കിട്ടുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. ചക്ക എത്ര ഇഷ്ടമല്ലാത്തവർ പോലും ഇത് കഴിക്കുന്നതാണ്.
മുല്ലയിലയുടെ ഫ്ലേവറിന് വേണ്ടി ഞാൻ അധികം വന്ന കുറച്ച് ഇല ഇതിനകത്ത് വിതറിയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. 10 മിനിറ്റായി. നമ്മുടെ മുല്ലയപ്പം റെഡി ആയിട്ടുണ്ട്. അടപ്പ് തുറക്കുമ്പോൾ തന്നെ ചക്കയും ഏലക്കയും ജീരകവും ഒക്കെ കൂടി ചേർന്ന നല്ലൊരു വാസനയാണ്. ഇത് വളരെ സോഫ്റ്റായ ടേസ്റ്റിയായ ഒരു നാടൻ പലഹാരമാണ്. എല്ലാവരും